ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എവിടെ? ഇതാ അവിടെ തന്നെ. എന്നാ പിടിക്ക്. മൊത്തത്തിലൊരു ഓൾഡ് ലുക്ക് ഉണ്ടല്ലോ. എൻ്റെ കൂടെ പോരി. ഇതിലെ പോവാ. ഓ, വരി. കേറിക്കോളി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നോ 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 നോ, വലൈക്കുമുസ്സലാം. ആയനുണ്ടല്ലോ, ഹർഫ് ആയിൻ അതിൻ്റെ മഹ്റജിൽ നിന്നും ഉത്ഭവിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അതിന് പൂർണ്ണമായ അർത്ഥം ലഭിക്കുകയുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ. വലൈക്കും സലാം. ഇല്ല, ഒരുപാട് ശരിയാക്കേണ്ടതുണ്ട്. ഓക്കെ, അത് ഞാൻ ഒരാഴ്ചനുള്ളിൽ ശരിയാക്കി എടുത്തോളാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ. വലൈക്കും അസ്സലാം. കറക്റ്റ്. ഇവനെ കണ്ടു പഠിക്കൂ. ഗുഡ് ബൈ, ഗുഡ് ബൈ. ബൈ ദ ബൈ, ഇവിടുത്തെ ടോയ്ലറ്റ് എവിടെയാണ്? ദാ അവിടെ. എന്താപ്പത് കഥ? നിക്കറിയില്ല, നിങ്ങളാളല്ലേ. ഹലോ. ആളൊക്കെ ഇവിടെ എത്തിയുണ്ട്. അങ്ങേരെന്താ വല്ല വട്ടുകേസുമാണോ? ഈ പണി എന്നോട് വേണ്ടില്ലായിരുന്നു. ഇതിന് നിനക്കുള്ള പണി ഞാൻ വേറെ തരാം. ചിരിക്കേണ്ട ചിരിക്കേണ്ട. എന്താ പ്രശ്നം? ഇത് ഓനെ നമ്മക്കിട്ട് പണി എന്നാ. എന്താ എന്താ പ്രശ്നം? എന്താ എന്താന്ന് അറിയാണെങ്കിൽ ഞാനും കൊണ്ട് വിളിക്കോ? ഇവിടുത്തെ ടോയ്ലറ്റ് ഒട്ടും കംഫർട്ടബിൾ അല്ല. ബൈ ദ ബൈ, ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഖാൻ, ജർജിർ ഖാൻ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ എല്ലാവർക്കും എന്നെ അറിയാം. ജർജിർ അതൊരു ഇലയല്ലേ നമ്മൾ കഴിക്കണൊക്കെ? അതെ, ആ ഇല ഞാൻ ധാരാളമായിട്ട് കഴിക്കും. അതുകൊണ്ടാണ് എനിക്ക് ജർജിർ എന്ന പേര് വീണത്. ഹലോ ജർജിർ. ഹായ് ബ്രോ. ഹായ്. ആ ആ നിങ്ങളെ എനിക്ക് അറിയാം. ആ ചലമ്പിച്ച ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഹമീദ്, നമ്മൾ ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ? ഞാൻ നൗഷാദ്. ഹായ്. ഹലോ. ആ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് ഈ ഫ്ലാറ്റിൽ എനിക്കൊരു സെപ്പറേറ്റ് റൂം പറഞ്ഞിരുന്നു. അത് ഈ റൂമാണോ? ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് മാറിത്തരണം. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാണ്. ഏകദേശം മൂപ്പരെ പറ്റിയൊരു ഐഡിയ കിട്ടിയില്ല. നിങ്ങക്ക് മാസം എത്ര ശമ്പളം ഉണ്ട്? പുരുഷന്റെ ശമ്പളവും സ്ത്രീയുടെ വയസ്സും ചോദിക്കരുതെന്നാണ് നിയമം. ഖുർആനിൽ പറഞ്ഞ നിയമമൊന്നുമല്ലല്ലോ. നിയമം ആര് തന്നെ ഉണ്ടാക്കിയതാണെങ്കിലും അതിപ്പോൾ എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ട്. എന്നാ ജർജിറെ വാ, റൂം കാണിച്ചരാ. ആ ബാഗ് അങ്ങോട്ട് എടുത്തോളൂ. അത് ജർജിർ എന്നെ എടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണോ? ഓക്കെ. ഇതാണ് റൂം.
ഇതാണോ റൂം? അതെ. എനിക്കുള്ള റൂമാണോ ഇത്? അതേന്ന്. അല്ല, എന്റെ റൂമാണോ ഉദ്ദേശിച്ചത്? അതെ. ഒരു വികാരവുമില്ലാത്ത ഇതാണോ എന്റെ മുറി? അതെ, ഈ ഫ്ലാറ്റ് എന്റെ പേരിലാണ്. വാടക ഒറ്റയ്ക്ക് കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ 3 പാർട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിലൊരു റൂം ഞാൻ നൗഷാദിന് കൊടുത്തു, ഒരു റൂം ഞാനും എടുത്തു. ഏറ്റവും വാടക കുറഞ്ഞ റൂമാണ് ഇത്. ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവെച്ചാൽ എടുത്തോളൂ, അല്ലെങ്കിൽ ഇത് എടുക്കാൻ 100 കണക്കിന് ആളുകളുണ്ട്. പിന്നെ പാതി വാടക തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ റൂം എടുത്തോളൂ. ഞാൻ ഈ റൂമിൽ താമസിച്ചോളാം, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് മാറി നിൽക്കൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയിന്നൊരു ചൊല്ലില്ലേ, അത് ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. ഒരു വികാരമില്ലാത്ത അന്തരീക്ഷം. അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ ഒരുത്തൻ മുമ്പ് വന്ന് പെട്ടതാ, പിന്നെ ഓനെ ഒഴിവാക്കാൻ പണിയഞ്ചും പെട്ടിക്കണം ഞാൻ. ആരാ? ഒരു വികാരമില്ലാത്തതാണെങ്കിലും നിങ്ങളുടെ വ്യവസ്ഥ ഞാൻ അംഗീകരിച്ചു. അപ്പോഴേ ഞാൻ എൻ്റെ റൂമിലേക്ക് അങ്ങോട്ട്. ഓക്കെ. എത്ര ആൾക്കാരുണ്ടായിരുന്നു? 2 പേര്. പക്ഷെ ഒരു വികാരമില്ലാത്ത തരത്തിലുള്ള 2 ആൾക്കാർ. അവസാനം എന്താ തീരുമാനിച്ചേ? എന്ത് തീരുമാനിക്കാൻ, തൽക്കാലം അവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു. ഓ, ക്യാഷ് കൊടുക്കാൻ 1 മാസത്തെ അവധി കിട്ടുമോ? 2 ലക്ഷണം കണ്ടിട്ട് 1 മാസം പോയിട്ട് ഒരാഴ്ച പോലും അവധി കിട്ടുമെന്ന് തോന്നുന്നില്ല. തൽക്കാലം ഞാനൊരു കാര്യം ചെയ്യാം. ബഷീർ ഖാൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 50,000 റുപ്യ അയക്കാം. അവിടെ നിന്ന് എടുത്തോ. ഓക്കെ. കാശിനിപ്പം നല്ല ടൈറ്റുള്ള സമയമായിരുന്നു. തക്ക സമയത്ത് സാറ് ആ പൈസ അയച്ചുകൊണ്ട് താങ്ക് യു. അല്ല, ആ ബഷീർക്ക എന്ന് പറഞ്ഞത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഏത് ബഷീർക്കയാണത്? ഞാനിപ്പോൾ ഓഫീസിലാണ്, രാത്രി വിളിക്കാം. ഓക്കെ. ഞാൻ എൻ്റെ ഭാര്യയോടാണ് സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് കയറിയാണോ സംസാരിക്കുന്നത്? ഫോൺ ചെയ്യായിരുന്നോ? ഒരു വികാരമില്ലാത്ത ഫോൺ ചെയ്യലായിപ്പോയി. ഫോൺ ചെയ്യുകയാണെങ്കിൽ ഒന്ന് മൊബൈൽ ചെവിയിൽ വെക്കണം, അല്ലെങ്കിൽ റിസീവർ കയ്യിൽ വെക്കണം. എനിക്ക് മനസ്സിലാവണ്ടേ ഫോൺ ചെയ്യാണെന്ന്? ഇതാ സാറ് തന്ന കോട്ടും കൂളിംഗ് ഗ്ലാസും. ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഒരു വികാരമില്ലാത്ത കൂളിംഗ് ഗ്ലാസ്. ഒരു വികാരമില്ലാത്ത ഈ AC തലയിൽ വീഴുവോ? എനിക്ക് എന്റെ സൗകര്യത്തിനൊന്നും വിളിക്കാൻ പറ്റൂല. ഞാൻ എപ്പോഴും അവിടെ ഫ്രീ ആവണം, അപ്പോഴേ വിളിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സൗകര്യം ടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാളെ. പിന്നെ വിളിച്ചില്ല എന്നുള്ള പരാതി ഒന്നും ഉണ്ടാവരുത്. എനിക്ക് എന്നും വിളിച്ച അന്നെങ്ങനെ കൊഞ്ചിക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇജ്ജ് വെക്ക്. ഞാൻ പിന്നെ വിളിക്കാം, ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല.
പൊന്നാര ജർജറെ, ഞാൻ എന്റെ പെണ്ണുങ്ങളായിട്ട് സംസാരിക്കുന്ന ഈ കാണില്ലേ? അവിടെ ഒന്ന് തൊള്ളലോക്കി കുത്തിരിക്കുക. അനക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? നേരം പാതിരായില്ലേ? മുറിയിൽ വന്ന ദിവസം നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ സ്വരില്ല വെച്ചാല്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ AC തലയിൽ വീഴുമെന്നൊരു സംശയം. അത് കുഴപ്പമില്ല, പഴയ AC ആണ്. ആ ഓ അല്ല, AC പഴയതാണെങ്കിലും വീഴുന്നത് എൻ്റെ തലയിലേക്കല്ലേ? അതിന് കുഴപ്പമില്ല, അതിന് ഇൻഷൂർ ഉണ്ട്. ഓ അത് ഞാൻ ഓർത്തില്ല. അല്ല, AC തലയിൽ വീണ് മരിച്ചിട്ട് ഇൻഷുറൻസ് കിട്ടിയോണ്ട് എനിക്കെന്താ കാര്യം? അന്നെ കൊണ്ട് ഏതായാലും കുടുംബത്തിന് നാട്ടറിക്കുന്ന ഒരു ഉപകാരമില്ല. ഇൻഷുറൻസ് എങ്കിലും വാങ്ങിച്ചു കൊടുക്കടോ. നേരെ AC-ന്റെ ചോട്ടിൽ തന്നെ പോയി തലച്ച് എടുക്ക്. നീ എന്തിനാ വന്നെന്നും എന്താ പറയാൻ പോകുന്നു എനിക്കറിയാം. ഞാൻ ഇന്നലെ തന്നെ വന്ന് നിനക്ക് 2 പൊട്ടിക്കണമെന്ന് വിചാരിച്ചാ. കൂൾ ഡൗൺ മാൻ, കൂൾ ഡൗൺ. എന്താണ്ടാ വരുവേ? രജനികാന്ത് വരുന്നവരില്ല വന്ന്, ഞാൻ തന്നെ നെട്ടിപ്പോയി. എന്തായാലും ഇത് ഒത്തുപോകും തോന്നുന്നില്ല. മൂപ്പരിക്ക് വികാരമുള്ള ഏതെങ്കിലും റൂം തിരഞ്ഞോ? ഒത്തുപോണം, ഒത്തുപോയേ പറ്റൂ. അതിനാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. മൊയ്തീന് 2 ചായ. പുള്ളിക്കാരൻ്റെ കഥ വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് കേട്ടിട്ട് നീ തീരുമാനിച്ചോ അവിടെ നിർത്തണോ ഇറക്കി വിടണോന്ന്. ഞാൻ ആ റൂം വാടക കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. എനിക്ക് വാടക കിട്ടിയാൽ മതി. അതിനർത്ഥം സ്വൈര്യം വേണ്ടെന്നുള്ളതല്ല. അത് ശരി, ഇങ്ങേര് ഈ ഓഫീസിലല്ലേ? അതെന്താ ഈ ഓഫീസിലുള്ള ആളുകൾക്ക് നിങ്ങളെ ഫ്ലാറ്റിൽ താമസിക്കാൻ പറ്റൂല? ചായ കൊടുക്ക്. ഇത് മൊയ്തീൻ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. തൽക്കാലം അത്രേ അറിഞ്ഞാൽ മതി. മൊയ്തീനോ? ജിർജിർ ഖാൻ എന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞ പേര്. അതേ, എൻ്റെ പേരിനൊരു വികാരമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് മാറ്റി. നിങ്ങൾ ജർജിർ ഖാൻ എന്ന് വിളിച്ചാൽ മതി. ഹലോ ഹലോ, ഗൾഫിൽ നിന്നുള്ള ഫോണാ, എല്ലാരും വരി. ഹലോ ഉമ്മ, ഓ എന്തൊക്കെയുണ്ട്? സുഖാണ്. അയ്യവാ, എന്നാ പിന്നെ ഫോൺ ഉപ്പാക്ക് കൊടുക്ക്. ആ ദാ. ഹലോ, ഉപ്പല്ലേ? അതെ, എന്തെല്ലാം ഉണ്ട്? സുഖം തന്നെയാണ്. അയ്യവാ, എന്നാ പിന്നെ ഫോണ് വല്യമ്മ കൊടുക്കി. ശരി. ഹലോ വല്യമ്മാണല്ലേ? അതെ, എന്തെല്ലാം ഉണ്ട്? സുഖാണ് മോനെ. അയ്യവാ, എന്നാ ഫോണ് വല്യപ്പ കൊടുക്കി. ദാ ഉപ്പാക്കി ഫോണ്. ഹലോ, എന്തെല്ലാം ഉണ്ട് വല്യപ്പ? സുഖാണ് മോനെ. അയ്യവാ, നമ്മളെ പെണ്ണുങ്ങളില്ലേ അവിടെ? അവിടെ ഉണ്ടല്ലോ. എന്നാ വേഗം കൊടുക്കി. കൊടുക്കട്ടാ. ഹലോ ഹലോ ഇക്ക, എടി എന്തെല്ലാം ഉണ്ടടി? സുഖാണിക്ക. അയ്യവാ, എന്നാ ഫോണ് വേഗം മോനൊടുക്ക്. ദാ നിനക്കാടാ ഫോണ്. ഹലോ ഉപ്പ. മോനാണോ? അതെ ഉപ്പ. ആ, എന്തെല്ലാം ഉണ്ടറാ? സുഖാണ് ഉപ്പ. അയ്യവാ, എന്നാ വേഗം വേഗം മോൾ കൊടുക്ക്. ഉപ്പ മോളെ എന്തെല്ലാം ഉണ്ട് മോളെ? സുഖാണ് ഉപ്പ. അയ്യവാ, എല്ലാവർക്കും സുഖം. എനിക്കാണെങ്കിൽ അതിനേക്കാളും സുഖം. പിന്നെ ഞാനിവിടെ എങ്ങനെ ഉണങ്ങണ എന്തിനാ? വേറെന്താ സുടുമാനെ? സുടുമാൻ, സുടുമാൻ. സുടുമോനെ, നിങ്ങളാണ് വിളിക്കണത്. വേറെന്താ വേണ്ടേ? വേറെന്താ? ഇങ്ങോട്ടാ ചോദിക്കണേ? പിന്നെ ഇവിടുത്തെ സാധനങ്ങളോടല്ലാതെ അപ്പുറത്തെ കോഴിപ്പീടിയെ പോയി ചോദിച്ചാൽ കിട്ടുവോ? കിട്ടുമോന്ന് പോയി ചോദിച്ചു നോക്ക്. ആ, ഇവന്റെ ഒരു കാര്യം ആക്കിയതാണല്ലേ? ആ, അതെങ്കിലും മനസ്സിലായല്ലോ. നിങ്ങൾ നോക്കി നിൽക്കാതെ എന്റെ സാധനം എടുക്കി. ഇത് ഇപ്പോഴൊന്നും തീരൂല. ഞാൻ പറഞ്ഞ സാധനം എടുക്കി. നിങ്ങള് അണക്കെന്താ വേണ്ടിയേ? 100 ഉലുവ.
എടോ അലുവ പടലുണ്ടാല് അപ്പുറത്ത് ബേക്കറി പോയി നോക്ക്. അലുവ അല്ലടോ സുടുമോനെ, ഉലുവ. ഉം. ദാ. ദാ, ഇതും കൂടി പിടിച്ചോ. കൂടെ അവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞ സാധനം എടുക്കുന്നു. ഈ പറയാതെ ഞാൻ എന്താ എടുക്കുക? പറഞ്ഞതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് സോപ്പ് പൊടി, പപ്പടം, അവില്, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഒന്നും വേണ്ട. ഒക്കെപ്പാടെ 308.50. കുറയോ? ഏ? അല്ല കുറയോന്ന്. കുറയേ? ഇനി ഇവിടെ വന്നാ എന്റെ പല്ലിന്റെ എണ്ണ കുറയ. അല്ല വേണ്ട, കുറക്കണ്ട. അന്റെ കാരണം ഒരു ഗൾഫ് ആവശ്യത്തിന് പണം അയക്കുന്നില്ലേ? പിന്നെ എന്തിനാടാ ഇങ്ങനെ പിശുക്കത്തരം കാണിക്കുന്നത്? ഒരു രസം. സുടുമോനെ സാധനം കൊണ്ടുപോയിക്കോ. ആ എന്തൊരു മറുതി ഞങ്ങക്ക്. സുടുമോനെ ആ മുട്ടായി ഭരണി ഇവിടെ വെക്ക്. ആ ഇത് മാത്രം അറിഞ്ഞില്ലല്ലേ? സുടുമോനെ പൈസ എവിടെ? അതവിടെ എഴുതിക്കോളി. കോഴിക്കെന്താ വില? കോഴിക്ക് 150. കുറയോ? ആ തൂക്കം കുറയൂ. എന്നാ വേണ്ട, ഞാൻ അവിടുന്ന് വാങ്ങിക്കോളാം. മീനെന്താ വില? 100, 160, 270. കുറയോ? കുറയില്ല. ഇവിടെ വെക്കല്ല, അങ്ങോട്ട് വെച്ചോ. മീനെന്താ വില? ശരി, ഓക്കെ, ഞാൻ വിളിക്കാം വരുന്നു. ഷംസു സാധനം എടുക്കണ്ടേ? ആ ഇതിപ്പോ ഏതാ? ഞാൻ ഇതെല്ലാം വാങ്ങിയത്. എന്ത് ഇതിന്റെ അല്ലല്ലോ ഷംസുവോ? ഇതിന്റെ അല്ലാന്ന്. ആ സുടുമോ മാറിക്കൊണ്ടുണ്ടാകും അത്. ചെങ്ങൈൻ്റെ ഒരു കാര്യം, ഓനത്തന്നെ മാറിയില്ല, അറിയില്ല. അല്ല എന്നിട്ട് ഓൻ എങ്ങോട്ടാ പോയത്? സുടുമാനല്ലേ ഓൻ മീൻ മാർക്കറ്റിലേക്ക് പോയിക്ക്. വേം പോയിക്കോ. ഇതൊന്നടക്കി. മതിയോ? ഇത് ഈ വലിയത് മതി. സ്റ്റാൻഡ് സ്റ്റാൻഡ്. എന്തൊരു പോക്കാണിത്. ഇവിടെ ഉള്ള വണ്ടി എവിടെ? ആ വണ്ടി പോയി പോയി പോയി. എന്താ ഇയാളെന്നെ കവറും കൊണ്ട് പോയി. എന്ത് പൊട്ടത്തര ഇയാൾ കാണിച്ച്? എടാ സുടുമോനെ, എന്ത് പണിയെ കാണിച്ചേ? എന്റെ കവർ കാട്ടിയാ? എന്റെ കവറോ? എന്റെ കവറും കൊണ്ട് ഒരുത്തം പോയി. അപ്പൊ എന്റെ കവറോടെ? ഞാൻ മീൻ വാങ്ങാൻ വണ്ടിന്റെ കവറ വണ്ടിമ കൊളത്തിന്. അയാൾ ആ വണ്ടി കൊണ്ടുപോയി. വല്ലാത്തൊരു സൂയിപ്പേ പോയത്. എന്റേത് പോയ എനിക്കെന്തിനാ സൂയിപ്പ്? അന്റതോ? അതെന്റതോ? അത് ഇന്റതാ, ഇതെന്റതും. നേരാണല്ലോ, വലിയ ഉപകാരം. ഇത് തരണമെങ്കിലേ ആദ്യം ഇന്റത് തരണം. എന്താ ബീജം അങ്ങനൊക്കെ കുട്ടികളെ മാതിരി? ഇവിടെ സാധനങ്ങളില്ലാതെ എനിക്ക് എന്റെ വീട്ടിൽ ചെല്ലാൻ പറ്റൂല. എനിക്കും അങ്ങനെ തന്നെ. ഈ എന്ത് ചെയ്യൂന്ന് പറ. എന്റെ അടുത്ത് ബൈക്ക് ഉണ്ടോ? ഉണ്ട്. എന്നാ വേഗം വാ. ഇങ്ങോട്ട് മാറണം. സഞ്ജയം പിടിക്കാം. ബാക്കോട്ട് വെക്കണം. വിറ്റുണ്ട്, മീൻ എടുക്കാൻ മറന്നുപോയി. എന്ത് കാണിച്ചത്? മീൻ കുറച്ച് വേണ്ട. വലിയ ഉപകാരം കിട്ടാ. വലിയ ഉപദ്രവം കിട്ടാ. എന്താടാ അങ്ങനെ പറഞ്ഞേ? ഇന്റെ ഇന്നത്തെ ദിവസം കൊളാക്കിയപ്പോ സമാധാനം എനിക്ക്. നല്ല സമാധാനം ഉണ്ട്. ഓടാവുന്നു. ഇപ്പൊ അങ്ങോട്ട് വിളിക്കല്ലാന്ന് മാത്രല്ല, അങ്ങോട്ട് വിളിച്ചാട്ട് എടുക്കൂല്ല. അഥവാ എടുത്താലോ വർത്താനം പേരിന് മാത്രം. അല്ലെങ്കിലും അധികം വർത്താനം പറയണതൊന്നും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഈ എങ്ങട്ടാ സുടുമോനെ പോയത്? കാര്യപ്പെട്ട വിരുന്നാരൊക്കെ വരുമ്പോ എന്തെങ്കിലും തിന്നാൻ വാങ്ങണ്ടേ? അത് വാങ്ങാൻ പോയതിന്. അല്ല ഇതുവരെ ഞാൻ വരാൻ വൈകിയതുകൊണ്ട് നിങ്ങൾ എല്ലാരും കൂടി എന്റെ കാരണവരെ തിന്നാ? പാവം, ഓൻ ഗൾഫിൽ കടന്ന് കഷ്ടപ്പെടുക, ഇവിടെ നേരെ തിരിച്ചു. ഏട്ടനെ പറ്റി പറഞ്ഞ ഓനക്ക് സഹിക്കൂല. അത് ആർക്കായാലും സഹിക്കൂല. നമ്മൾ കുറ്റൊന്നും പറഞ്ഞില്ലല്ലോ.
അതിന് ഇക്കാക്കനെ ഞാൻ കുറ്റം പറയൂല. അവിടെ മരുഭൂമി കടന്ന് ചോര നീരാക്കുന്നവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. ഓന്റെ മനസ്സിന്റെ വിഷമം മനസ്സിലാക്കി ഒരു നല്ല വാക്ക് പറയാൻ ഇവിടെയുള്ള ആളുകൾക്കുമാണ് കുറച്ച് മനസ്സ്. 1, 2 അല്ല, 25 ലക്ഷം അവന് കടം. അറിയാത്ത ആൾക്കാരൊപ്പം അറിയാത്ത ബിസിനസ് ചെയ്യുമ്പോ ആദ്യം തന്നെ ഓർക്കേണ്ടിയിരുന്നു. അത് ഓന്റെ തെറ്റ്. ഇനി നമ്മളെ ഭാഗത്ത് നിന്ന് അമീതിന്റെ മനസ്സിന് വിഷമുണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. പ്രത്യേകിച്ച് നാദിറ. ഏയ് ഓളങ്ങനൊന്നും പറയുന്നില്ല, കാര്യം പറയും. എങ്ങനെ പറഞ്ഞാലും ഓന്റെ മറുപടി ദേശത്തിലാണെങ്കിൽ ഓളെന്താക്കാനാ ചില നേരത്തെ കലി വരും. ഇതാ കുഴപ്പം. അവിടെയും കലി ഇവിടെയും കലി. അവിടെ എന്റെ കാരണവർക്ക് കടം മൂത്തിട്ടാ കലി, ഇവിടെ എന്ത് മൂത്തിട്ടാ? എന്റെ തല. ആഹാ, അപ്പൊ തല മൂത്തത് ഞാനാ? എന്നാ പിന്നെ എല്ലാരും ഞാൻ പറയണത് കേക്കി. വിശക്കണതിൽ വല്ലതും ഉണ്ടാക്കാൻ നോക്കി, അല്ലെങ്കിൽ എല്ലാവർക്കും വരും കലി. ഇവിടെ ആർക്കും ആരോടും ഒരു വൈരാഗ്യം ഇല്ല സുടുമോനെ. അന്റെ കാരണോറ്, അതായത് നിന്റെ മരുമോൻ, ഓൻ പയന്നൊക്കെ ഒരുപാട് മാറി. അതെനക്കും അറിയുന്നതല്ലേ. അത് പിന്നെ മനുഷ്യന്മാരായ മാറാതെക്കുവോ? നിങ്ങൾ തന്നെ ഇപ്പൊ പഴയ മാതിരിയാ? ആകെ നിറച്ചി പല്ലും പോയി തുടങ്ങിയില്ലേ? പക്ഷെ എന്റെ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ലല്ലോ. അത് ആരെ കുറ്റ? അതിന് ഓനെന്താ പേച്ചത്? ഓ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഹമീദ്, ഒന്നവിടെ നിക്ക്. എന്താ വർത്താനൊക്കെ? നല്ല വർത്താനം. എന്നാ വന്ന്? കഴിഞ്ഞ ആഴ്ച. എന്നാ പോണ്? 2 മാസം കഴിയും. എന്തൊക്കെ നിങ്ങളെ വർത്താനം? എന്ത് വർത്താനം? അങ്ങനെ പോണ്. കുട്ടിയാക്കൊന്നും ഇപ്പൊ സുഖല്ല, എനിക്കും സുഖല്ല. പിന്നെപ്പോ പണിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യും? ആ ശരിയാ, ഇപ്പം ഭയമാതിരി വിസ കച്ചവടമൊന്നും ഇല്ലല്ലോ. ഇത് വെച്ചോളി. ഒരു 100 ഉറുപ്പ്യ ഉണ്ടോ നോക്ക. കയ്യിലുണ്ടാവും. ഗൾഫുകാരനാണല്ലോ. ഒരു 100 ഉറുപ്പ്യ ചോദിച്ചിട്ട് ഓൻ്റെ അടുത്തില്ല. ഓനക്ക് ഗൾഫിക്ക് പറഞ്ഞു ഞാനാ. എന്ത് ചെയ്യും? വേണ്ട വേണ്ട, കട്ട് ചെയ്യണ്ട, ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ആരാ? കൊളപ്പുറത്ത് അമ്മോനാ. ആ ഹലോ, എന്തൊക്കെയുണ്ട്? കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരായി? നിങ്ങൾ ബേജാറാവണ്ട, ഒക്കെ ശരിയാവും. ഇങ്ങളെ വർത്താനം കേട്ടാ തോന്നും പെൺകുട്ടിനെ കെട്ടിച്ചയക്കണ ലോകത്തിൽ ആദ്യത്തെ ബാപ്പ നിങ്ങളാണെന്ന്. കാര്യങ്ങളൊക്കെ അതിൻ്റെതായുള്ള രീതിയിൽ നടക്കൂലേ? ഒരു കാര്യം ചെയ്, പണ്ടെടുക്കുമ്പോ ഒരു 5 പവൻ കുറച്ചെടുത്താ മതി. 5 പവൻ എന്റെ വക. ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറഞ്ഞേ കേട്ടാ മതി. എന്നാ ശരി, ഞാനങ്ങോട്ട് വന്നോളാം. ശരി, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാ. പാവങ്ങളാണല്ലോ. എത്ര പാവം കൊടുക്കാന്നാ പറഞ്ഞത്? 5. ഒരു 10 ആക്കായിരുന്നു. ശരിയല്ലേ? ഏതായാലും വാങ്ങിയില്ലല്ലോ, വാങ്ങുമ്പോ 10 ആക്കി വാങ്ങാം. ഇവിടെ പാർക്കാ അന്തക്കേട്? കാക്കക്കാണോ അതോ ഇങ്ങക്കാണോ? അതിന് ഞാനെന്താ പറഞ്ഞേ? കാക്ക 5 പവൻ കൊടുക്കാന്ന് പറഞ്ഞത് നിങ്ങൾ 10 പവനാക്കില്ലേ? 5 പവൻ കൊടുക്കാന്ന് പറഞ്ഞ അധികമാണെന്നുള്ളതിന് അർത്ഥാണ് 10 പവൻ കൊടുക്കാന്ന് പറഞ്ഞത്. അതെങ്ങനെ? നിങ്ങൾ 10 പവൻ കൊടുക്കാന്ന് പറഞ്ഞോ? പറഞ്ഞു. പിന്നെ എങ്ങനെ 5 വലുതാവണത്? എടാ പടുവോ സുടുവോ? 5 പവൻ കൊടുക്കുന്നത് അധികമാണെന്ന അതിന്റെ അർത്ഥം. അല്ല കോപ്പേ, അല്ല ബാപ്പേ, നിങ്ങൾ 10 പവൻ കൊടുക്കാന്ന് പറഞ്ഞ് നിങ്ങളാണ് എല്ലാ ഭിത്തിനും ഉണ്ടാക്കണത്. ആദ്യം നിങ്ങളെ ചവിട്ടണം. ഒരു സ്ഥലത്തും സ്വസ്ഥായിട്ടിരിക്കാൻ സമ്മതിക്കില്ല. പോയോ? അല്ല ബാപ്പേ, അല്ല അമ്മേ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. അല്ല കാക്കേ, താത്തേ, ഞാൻ അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് സുടുമോനെ. എത്ര കാലം എന്ന് വെച്ചാ സുടുമോനെ ഇങ്ങനെ നിർത്തണത്? ഓനൊരു പെണ്ണ് കെട്ടിക്കണ്ടേ? ആ, ഈ കാര്യം ഞാൻ എത്ര തവണ ബാപ്പാനോട് പറഞ്ഞതാ. ബാപ്പാക്കൊരു ബോധം വേണ്ടേ? സുടുമോനെ, പണ്ടത്തെ പോലെ അല്ല. ഇന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടണമെങ്കിലേ ഒരുപാട് നിബന്ധനകളുണ്ട്. അതിലൊന്നാണ് വിദ്യാഭ്യാസം. അതോനുണ്ടല്ലോ. 12 കൊല്ലം കൊണ്ട് 7ാം ക്ലാസ് പൂർത്തിയാക്കിയതിന്റെ പേരല്ല വിദ്യാഭ്യാസം. എന്നാലേ ഈ വിദ്യാഭ്യാസം സ്കൂളിൽ തന്നെ നടണമെന്നില്ല. അല്ലാതെ തന്നെ എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? ഇന്ത്യ. അല്ല ഭാരതം. കണ്ടോ, ഇതാണോ അവന്റെ വിദ്യാഭ്യാസം? എന്നാ നിക്കി, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ചോദിച്ചോ. നിങ്ങളെ ബാപ്പാന്റെ പേരെന്താ? മൊയ്തീന്. ബാപ്പാന്റെ പേരെന്താ? ഉസ്മാന്. ബാപ്പാന്റെ വല്യാപ്പാന്റെ ബാപ്പാന്റെ പേരെന്താ? പറഞ്ഞു കൊടുക്കുന്നു. എന്താ, അങ്ങനെ ഒരാളില്ലേ? കണ്ടോ, ഇതാണ് പെങ്ങളെ വിദ്യാഭ്യാസം. എന്നിട്ട് ഇങ്ങക്ക് പെണ്ണിട്ടില്ലേ?
സുടുമോനെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യം തന്നെ ഞങ്ങൾ പറഞ്ഞു. അല്ല അതാണ്. അതല്ല നല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞു. അത് മാത്രല്ല, ഒരാളെ കാണുമ്പോൾ എൻ്റെ മുഖത്തിന്റെ പ്ലാഷർ ഉണ്ടല്ലോ, അതാദ്യം ഈ നിർത്തണം. എൻ്റെ മുഖത്തിനൊരു തെളിച്ചില്ല. എന്റെ മുഖത്തിന് എന്താ കുഴപ്പം? എല്ലാ എന്താ ഒരു സഭ കൂടല്? ഞങ്ങള് സുടുമോന്റെ കല്യാണം നടത്തി കുടുങ്ങി. എന്റെ കല്യാണം നടത്തിയോ? കല്യാണം നടത്തിയില്ല. പിന്നെന്താ നിങ്ങൾ പറഞ്ഞ കല്യാണം നടത്തിയത്? അങ്ങനെയല്ല സുടുമോനെ പറഞ്ഞത്. അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഇവനോട് എന്തെങ്കിലും പറഞ്ഞ കുടുങ്ങി. അപ്പൊ എന്നെ കൊണ്ട് ഞങ്ങൾ എല്ലാരും കുടുങ്ങിയില്ലേ? അന്നെ കൊണ്ട് കുടുങ്ങിന്നല്ല പറഞ്ഞത്. എന്നെ കൊണ്ട് കുടുങ്ങി തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഇവനെ കൊണ്ട് കുടുങ്ങി. അപ്പൊ ഞങ്ങളെല്ലാം പറഞ്ഞ കുടുങ്ങിയില്ലാന്ന്. സുടുമോനെ ഉണ്ടായിരിക്കേ. ഇപ്പൊ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ നിങ്ങൾ തമ്മിൽ അതിലും വലിയ പ്രശ്നം. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. നാദിര പറഞ്ഞേ ഞങ്ങൾ ഇവിടുന്ന് വേറെ വീടുണ്ടാക്കി പോണ്ടിയവരാണെന്ന്. ഞാൻ പറഞ്ഞേ ഞങ്ങൾ ഇവിടുന്ന് പോണ്ടിയവരല്ല, ഇവിടെ തന്നെ നിൽക്കണേൽ കുഴപ്പമില്ലാന്ന്. എന്താ നിങ്ങളെ അഭിപ്രായം? നിങ്ങളാരും വേറെ വീടുണ്ടാക്കി പോകണം എന്നുള്ളത് ഞങ്ങൾക്കാർക്കും നിർബന്ധമുള്ള കാര്യമല്ല. അതല്ല ആയിഷോ, നാദിര പറഞ്ഞതിലാണ് കാര്യം. ഇതൊരു തറവാടാണ്. നമ്മളെ കാലശേഷം ഇളയമോൻ എന്ന നിലക്ക് സുടുമോനാണ് വീടിന്റെ അവകാശം വരിക. അതാണ് നാട്ടു നടപ്പ്. അത് ഹമീദിന് തിരിയാഞ്ഞാൽ എന്താ ചെയ്യാ? എന്നാൽ ഹമീദും സുടുമോനും അങ്ങോട്ട് തീരുമാനിച്ചോട്ടെ, പോണോ പോണ്ടേന്നും. അത് നല്ലൊരു തീരുമാനാ. സുഡോ, ഞാനും എന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഈ വീട്ടിൽ താമസിക്കുന്നതില് അനക്ക് വല്ല പ്രയാസം ഉണ്ടോ? എനിക്കെന്ത് പ്രയാസം? എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇക്കാക്ക ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കേട്ടില്ലേടി? ഇതാണ് സ്നേഹം. സുടുമോനെ, ഈയാണ് എന്റെ പൊന്നനിയൻ. എനിക്ക് ആ റോഡിന്റെ പക്കത്ത് എവിടെങ്കിലും ഒരു വലിയ വീടുണ്ടാക്കി തന്നാ ഞാൻ അങ്ങോട്ട് മാറിക്കോളാം. എവിടെ പോയ എല്ലാരും? ഞാനൊരു കാര്യം പറഞ്ഞപ്പോ എല്ലാരും മുങ്ങി. നിക്ക് ഈ വലിയ കാക്കനെ കണ്ടോ? ഞാൻ ഇന്നലെ കണ്ടിരുന്നു. ഇന്നല്ലേ? ഇത് ഇന്നല്ലേ? ഇനി നാളെ കാണും. എന്നാ നമുക്ക് നാളെ കാണാം. ഓക്കെ. നിക്ക് നമ്മൾ തമ്മിൽ നാളെ കണ്ടിട്ട് എന്താ കാര്യം? എനിക്ക് വലിയ കാക്കനെ കണ്ടത് അല്ലേ? എന്റെ പൊന്നോ, എന്നാൽ ഇന്നലെ വാ. ഇന്നലെ വരാ. നിങ്ങള് വലിയ കാക്കനെ കണ്ടോ? ഇല്ലേ? നിങ്ങൾക്ക് എന്താ കണ്ടാലും ഇവിടെ വേറെന്താ പണി? നിങ്ങളെന്റെ വലിയ കാക്കനെ കണ്ടോ? നിങ്ങളെന്റെ വലിയ കാക്കനെ കണ്ടോ? ഇല്ല. ഇങ്ങോട്ട് വാ, ഞാൻ എന്റെ ആരാ? വലിയ കാക്ക. വലിയ കാക്ക അന്നെ തെരഞ്ഞാണല്ലോ ഞാൻ നടക്കണത്. എന്താ കാര്യം? ആഹാ, എന്താ കാര്യം? എന്നോടാ ചോദിക്കാ? പറഞ്ഞ മാതിരി ഞാൻ എന്നോടല്ലല്ലോ ചോദിക്കണ്ടേ, എന്നോടല്ലോ ചോദിക്കണ്ടേ. പറ, എന്താ കാര്യം? അങ്ങനെ ചോദിക്ക്. ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. എത്ര കാലം കരുതി അത് ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നടക്കുക? ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. പക്ഷേ ആരെ പറ്റിയാണ് എന്തിനെ പറ്റിയാണെന്ന് പറഞ്ഞ ഒരു രസം ഉണ്ടായി. അത് ഞാൻ പറഞ്ഞില്ലല്ലേ. എന്താ എന്റെ കഥ? ഒരു കാര്യം ചെയ്യ്, വാ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് മോനെ. എന്നാ പിന്നെ ഫോണ് ഉമ്മാ കൊടുക്കി. ഹലോ, ഉമ്മയാണോ? അതെ മോനെ. എന്തൊക്കെയുണ്ട്? വളരെ സുഖാ മോനെ. എന്നാ പിന്നെ ഫോൺ അഫ്സക്ക് കൊടുക്കി. ദാ കൊടുക്ക. ഹലോ ഇക്ക, അഫ്സിയാണ്. എന്തൊക്കെയുണ്ടടി? സുഖാണിക്ക. എന്നാ മോന് ഫോൺ കൊടുക്ക്. നിനക്ക ഫോൺ. ഹലോ. മോനെ, എന്തൊക്കെ ഉണ്ടടാ? എന്നാ പിന്നെ ഫോണ് മോളെ കൈ കൊടുക്ക്. ഹലോ മോളെ, എന്തൊക്കെയുണ്ട് മോളെ? സുഖാണ് ഉപ്പ. ഫോണ് വല്യപ്പാക്ക് കൊടുക്ക. കൊടുക്ക്. ഹലോ വല്യപ്പ, എന്തൊക്കെയുണ്ട് വല്യപ്പ? സുഖാണ് മോനെ. എന്നാ പിന്നെ ഫോണ് വല്യമ്മ കൊടുക്ക്. എന്തൊക്കെയാണ് മോനെ വിശേഷം? സുഖാണ് വല്യമ്മ. ഇനി വിളിക്കുമ്പോ അവന്റെ ആയിവ ഞാൻ ശരിയാക്കി തരാം. എന്നാലും ചെറുച്ചറേ, നിന്നെ ഞാൻ സമ്മതിച്ച്. ഞങ്ങളൊക്കെ ഇവിടെ കിട്ടുന്ന പാതി ശമ്പളവും നാട്ടിലേക്ക് ഫോൺ ചെയ്ത് തീർക്കുക. ഈ ഇപ്പൊ 1/2 മിനിറ്റ് കൊണ്ട് 7 ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞല്ലോ.
വീട്ടിലെല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കുന്നവരോട് നമുക്ക് എന്താ പിന്നെ പറയാനുള്ളത്? തട്ടിപ്പാണ് വാപ്പ പറഞ്ഞു വിട്ടാളി. മോളെ എന്താ ആപ്പിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടോ അവര്? എനിക്കൊന്നും മനസ്സിലായില്ല. ഈ ഒന്ന് ചോദിച്ചോക്ക്. അത് മുഴുവൻ തട്ടിപ്പാ താത്ത. ഒരു കാര്യം ചെയ്യാം, ഞമ്മക്ക് പോലെ പറഞ്ഞേക്കാം. നിങ്ങൾ പോയിക്കോളി, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോ. ഇതാണ് പറഞ്ഞ ആൾക്കാര്. എന്തേ? ഞങ്ങൾ പ്രകാശഗോപുരം പിരിവിന് വന്നതാണ്. ഹമീദിക്കില്ല ഇവിടെ? ഹമീദൊക്കെ ഇവിടെ അല്ല, എവിടെ പോയതാ? ഉറങ്ങാണ്. ഒന്ന് വിളിക്കാൻ പറ്റുമോ? എന്താ ഇവിടെ? ആരാ? വിളിക്കാൻ പറ്റും. ആരാ? ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കണ്ടായിരുന്നു. ആ വരി ഇരിക്കി. എനിക്ക് നിങ്ങളാരും മനസ്സിലായില്ല. എന്തേ? ഞങ്ങൾ ടൗണിലെ പ്രകാശഗോപുരം വാട്സപ്പ് ചാരിറ്റബിൾ ഗ്രൂപ്പിന്റെ ആൾക്കാരാ. പുതിയ തട്ടിപ്പ്. പാവപ്പെട്ട ജനങ്ങളെ തെരഞ്ഞു പിടിച്ച് അവരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾക്ക്. അതില് വീട്, വസ്ത്രം, ഭക്ഷണം, ചികിത്സ അതൊക്കെ ഉൾപ്പെടുത്തി നല്ലൊരു പരിപാടിയാണ്. ഓ പിന്നെ അതിനു വേണ്ടിയിട്ടൊരു പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടില്ലായിരുന്നു. മിണ്ടല്ലേന്ന്. കഴിഞ്ഞ കൊല്ലം 6 ലക്ഷം റുപ്യന്റെ പരിപാടിയായിരുന്നു. ഇക്കൊല്ലം അത് 10 ലക്ഷം റുപ്യ ആക്കാനുള്ള ഉദ്ദേശം ഉണ്ട് നമുക്ക്. വെറുതെ കളവ് പറയേക്കാം. മിണ്ടായിരിക്കേ. അപ്പൊ ഫണ്ടൊക്കെ ഉണ്ടാക്കാൻ എന്താ വഴി? ഞങ്ങളങ്ങനെ എല്ലായിടത്തും പോയി സംഭാവന പിരിക്കുന്നില്ല. തെരഞ്ഞെടുത്ത ചില ഉദാരമതികളിൽ നിന്ന് മാത്രമേ ഞങ്ങൾ പിരിക്കുന്നുള്ളൂ. സോപ്പിട്ടാ നിങ്ങൾ ചെയ്യണേക്കെ നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾ എന്താ എൻ്റെ അടുത്തും പ്രതീക്ഷിക്കണേ? ഓലൊന്നും പ്രതീക്ഷിക്കണമൊന്നുമില്ല. മിണ്ടായിരിക്കേ. ഞങ്ങളൊരു 50,000 രൂപ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനിപ്പോ കുറച്ച് ടൈറ്റിലാണ്. അതുകൊണ്ട് കാക്കാന്റെ വക ഒരു 250 രൂപ എഴുതിക്കോളി, പൈസ പിന്നെടുക്കാം. സുടുമോൻ, ഏതായാലും ഞാനൊരു 30,000 രൂപ തരാം. അത് മതി. നിങ്ങൾ കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട. നിങ്ങൾ ഇരിക്കട്ടോ, ഞാൻ ഇപ്പൊ വരാം. ശരി. ഉളുപ്പുണ്ടല്ലോ ചങ്ങായിമാരങ്ങൾക്ക്. പോയി അധ്വാനിച്ച് തിന്നൂടങ്ങൾക്കൊക്കെ. അങ്ങോട്ട് പൊട്ടിച്ചെരിഞ്ഞ കുറഞ്ഞേ. എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? ആ സുഖാണ്. അയ്യവാ മോനെ, ആ സുഖല്ലേ എനക്ക്? സുഖം തന്നെ അമ്മ. അയ്യവാ. ആ എന്താക്കാ, സുഖല്ലേ? ആ സുഖം തന്നെടി. അയ്യവാ. ഉപ്പ സുഖാണോ? ആ സുഖാണ് മോനെ. അയ്യവാ. സുഖല്ലേ മോനെ? ആ സുഖാണ് വല്യപ്പ. അയ്യവാ. ഉപ്പ സുഖല്ലേ? ആ സുഖാണ് മോളെ. അയ്യവാ. സുഖല്ലേ എനക്ക് മോനെ? സുഖം തന്നെ അമ്മ. അയ്യവാ. അല്ല, ഇന്ന് ഫോൺ ചെയ്തപ്പോ അയവ വല്ലാതെ കേട്ടില്ലല്ലോ. ഇന്നത്തെ അയവ മൊത്തം നാട്ടിൽ കച്ചവടമായി പോയി.